ഹോർമുസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US സൈന്യം. പിന്നാലെ ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇതോടെ ഇറാൻ-അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാർ വീണ്ടും ആശങ്കയിലാവുകയാണ്. ഹോർമുസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US സൈന്യം വ്യക്തമാക്കുകയാണ്. ഇതിന് പിന്നാലെ ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി നടത്തിയെന്നും US സൈന്യം അവകാശപ്പെട്ടു. ഇതോടെ ഇറാൻ-അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാർ വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. ഹോർമുസ് മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് തന്നെ ഇറാൻ ഭീഷണിയായ സാഹചര്യത്തിലാണ് നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനുമേൽ ട്രംപ് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് പുതിയ സൈനിക നടപടി. ഭാവിയിലെ ആക്രമണങ്ങളെ ചെറുക്കാനാണ് കടലിടുക്കിലെ ഒരു ദ്വീപ് ഉൾപ്പെടെയുള്ള റഡാർ കേന്ദ്രങ്ങൾ തകർത്തതെന്നും സൈന്യം വ്യക്തമാക്കി. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനു പിന്നാലെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാൻ ശനിയാഴ്ച പുലർച്ചെ 7 മിസൈലുകൾ തൊടുത്തുവിട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവ നശിപ്പിച്ചുവെന്ന അവകാശവാദം US സൈന്യം ഉന്നയിക്കുന്നു. അതേസമയം ഇറാന്റെ സൈനിക ശക്തി അമേരിക്ക ഏതാണ്ട് പൂർണ്ണമായും തകർത്തെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണ ശൃംഖലകൾ ഉൾപ്പെടെയുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കൻ ആക്രമണങ്ങളിൽ തകർന്നുവെന്നാണ് ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാന്റെ പക്കൽ ഇപ്പോഴും വലിയൊരു മിസൈൽ ശേഖരം അവശേഷിക്കുന്നുണ്ടെങ്കിലും അത് മുമ്പുള്ളതിനേക്കാൾ വളരെ കുറവാണെന്ന് ട്രംപ് പറഞ്ഞു. മിക്ക ഡ്രോൺ ഫാക്ടറികളും ലോഞ്ചിംഗ് പാഡുകളും തങ്ങൾ തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. സമാധാന ചർച്ചകൾക്കും വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്കും പിന്നാലെ മേഖലയിൽ ഇപ്പോഴും സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.